കേരളത്തിൽ നടന്ന വികസന കുതിപ്പിന്റെ നേർസാക്ഷ്യമൊരുക്കി എന്റെ കേരളം പ്രദർശന വിപണനമേള. കണ്ണൂരിൽ പ്രദർശനം കാണാൻ ഒഴുകിയെത്തിയത് ജനലക്ഷങ്ങൾ. മിനി സെക്രട്ടേറിയറ്റായി മാറിയ പ്രദർശന നഗരി സേവനങ്ങളിലൂടെയും ശ്രദ്ധേയമായി. ഒരു സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ എന്തെല്ലാം, അവയിൽ നടപ്പാക്കിയത് എന്തൊക്കെ, ഭരണകാലയളവിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം, ഇതെല്ലാം ജനങ്ങളെ അറിയിക്കുകയും അത് നേരിട്ട് കാണാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സർക്കാർ ജനകീയമാകുന്നത്. അത്തരം കാഴ്ചകളുടെ നേർചിത്രമാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഒരുക്കിയ എന്റെ കേരളം പ്രദർശനം. വളരെ നന്നായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി. ഇപ്പം കണ്ണൂർ ജയിലിലാണെങ്കിൽ ഇപ്പം പുതുതായി നിലവിൽ വരുന്ന 2 പേരെ ഒരേ സമയം തൂക്കിലേറ്റാന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്കൊന്നും അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഫ്രീക്വൻസി എല്ലാം മനസ്സിലാക്കി തന്നു. ചേട്ടന്മാരെല്ലാം നന്നായി ഡിസ്ക്രൈബ് ചെയ്ത് തന്നു. വളരെ നന്നായിരുന്നു. ഓരോ സെക്ഷനും എടുത്തു പറയാൻ പറ്റുന്ന ഓരോന്നും. ഇപ്പം എന്താ പറയുക, ഇപ്പം പോലീസിൻ്റെ ആ സെക്ഷനിൽ പോയാൽ തോക്കുകളെ കുറിച്ചും ബോംബ് അതൊക്കെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സൈഡിലാണെങ്കിലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ വിവരിച്ച് തന്നിട്ടുണ്ട്. ഇപ്പം പെട്ടെന്നൊരു ഗ്യാസ് ലീക്കേജ്, അത് ഞങ്ങളെപ്പോലെയുള്ള വീട്ടമ്മമാർക്കെല്ലാം വളരെ ഉപകാരപ്രദമായൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു തീ അപകടമൊക്കെ ഉണ്ടായാലും ഞങ്ങൾ പെട്ടെന്ന് അന്താളിച്ചു എന്തപ്പോൾ ചെയ്യാം, അതൊക്കെ അവർ നന്നായി ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഏത് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാലും നന്നായി മനസ്സിലാക്കാനും അറിവ് കൂടുതൽ. ഇപ്പം മോള് കൂടെയുണ്ട്, മോൾക്കായാലും കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിണറായി സർക്കാരിൻ്റെ ഉയർച്ചയും ചെറിയ സ്കൂൾ മുതൽ ഇപ്പം അത്രയും നിലവാരത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള പിണറായി സർക്കാരിൻ്റെ ഉയർച്ചയും ഒക്കെ നന്നായി മനസ്സിലാക്കാൻ പറ്റി. വളരെ നന്നായ ഷോയായിരുന്നു. കണ്ണൂർ പോലീസ് മൈതാനിയിലെ ഈ പ്രദർശന വേദിക്ക് തിലകക്കുറി ചാർത്തി PRDയുടെ വലിയ പവലിയനുണ്ട്. 2ാം പിണറായി സർക്കാർ നാടിന് നൽകിയ വികസന കുതിപ്പിന്റെ സാക്ഷ്യപത്രം ചിത്രങ്ങളായും വിവരണങ്ങളായും ഇവിടെ കാണാം. ഓരോ വകുപ്പിന്റെയും സ്റ്റാളുകൾ വേറെ. ഞങ്ങൾ ഈ നാടിനു വേണ്ടി എന്തു ചെയ്തു എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവർ പറഞ്ഞു. ഇങ്ങനെ പറയാൻ മറ്റ് ഏത് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്ന ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉയർത്തിയതും നാം കേട്ടു. ജനങ്ങൾ തന്നെ ഒരു കാര്യം പരസ്യമായി ചൊല്ലുകയുണ്ടായി. ആ ചൊല്ല് നാടാകെ ആ കാലത്ത് ഏറ്റെടുത്തു. അതായിരുന്നു LDF വരും, എല്ലാം ശരിയാകും എന്ന ചൊല്ല്. ജനങ്ങൾ പ്രതീക്ഷിച്ച, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാൻ LDFനും LDF നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനുമായോ? ആ പരിശോധനയാണ് സാധാരണ നിലയിൽ ജനങ്ങൾ നടത്തുക. പക്ഷേ നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്ക് അതിനുള്ള വലിയൊരവസരം സർക്കാർ തന്നെ ഒരുക്കുകയുണ്ടായി. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ അവയിൽ എത്ര കണ്ട് നടപ്പാക്കപ്പെട്ടു, ആ കാര്യം ഓരോ വർഷവും സർക്കാരിൻ്റെ ഓരോ വർഷം പൂർത്തിയാക്കുമ്പോഴും ജനസമക്ഷം അവതരിപ്പിച്ചു. അതായിരുന്നു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ അവതരിപ്പിച്ച കാര്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്, ലോകത്ത് തന്നെ പാർലമെൻ്ററി ജനാധിപത്യം നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതായി നാം മുൻപ് കേട്ടിട്ടില്ല. ഒരു മിനി സെക്രട്ടേറിയറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം കണ്ണൂരിലെ എന്റെ കേരളം പ്രദർശന നഗരിയെ. സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്താനുള്ള അവസരം മാത്രമല്ല ഇവിടെ ലഭിക്കുന്നത്, എന്ത് സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു. സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങിയാലും
തീർപ്പാവാത്ത സങ്കീർണമായ വിഷയങ്ങളിലടക്കം വകുപ്പുകളെ ഏകോപിപ്പിച്ച് പരിഹാരമുണ്ടാക്കുന്നു. വിൽപ്പന സ്റ്റാളുകളിലൂടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾക്ക് കരുത്താവുന്നു. അങ്ങനെ വൈവിധ്യം കൊണ്ടും സേവനം കൊണ്ടും എൻ്റെ കേരളം പ്രദർശനം വേറിട്ടതായി. വൻ ജനാവലിയാണ് കണ്ണൂരിൽ പ്രദർശനം കാണാൻ എത്തിയത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും കാണാനും ഉള്ള അവസരമായി ഈ പ്രദർശനവേദി. കളക്ടർ അരുൺ കെ വിജയൻ ജനറൽ കൺവീനറും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വിനീഷ് കുമാർ കൺവീനറുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. എല്ലാറ്റിനും മുന്നിൽ നിന്ന് നയിക്കാനായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ വി സുമേഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സദാസമയവും പ്രദർശന നഗരിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്, ടൂറിസം വകുപ്പ്, പൊതുമരാമത്ത്, കൃഷി, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ജലസേചന വകുപ്പ്, കായിക വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ സ്റ്റാളുകൾ മേളയിൽ വ്യത്യസ്ത രീതിയിലാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഒരുക്കിയ 360 ഡിഗ്രി ഫോട്ടോ ബൂത്തും ഏറെ ശ്രദ്ധേയമായി. കേരളം അടിമുടി മാറുകയാണ് എന്നതും ആ മാറ്റത്തിന്റെ സാക്ഷ്യപത്രവുമാണ് എൻ്റെ കേരളം പ്രദർശന നഗരിയെ വേറിട്ടതാക്കുന്നത്. കേരളം എങ്ങനെയൊക്കെ മാറി എന്നതിൻ്റെ നേർസാക്ഷ്യമായി ഈ പ്രദർശന വിപണനമേള. ഓരോ ദിവസവും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു. കലാമത്സരങ്ങൾ കാണാനും വൻ ജനാവലിയാണ് ഒഴുകിയെത്തിയത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.